ബീഹാറിൽ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. തേജസ്വി പ്രൺ എന്ന പേരിലാണ് പ്രഖ്യാപനങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ വോട്ട് ഉറപ്പിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ നാളെ ബീഹാറിലെത്തും. എൻഡിഎയുടെ മുഖ്യമന്ത്രി ആരെന്ന ചോദ്യം വീണ്ടും ഉയർത്തിയ തേജസ്വി യാദവ് ഇത്തവണ മഹാസഖ്യം അധികാരം പിടിക്കുമെന്ന് പറഞ്ഞു. സജു തോമസ് ചെയ്തതിന് വിശദാംശങ്ങൾ നൽകാനായി. സജു, തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കുന്നതിനിടയിലാണ് മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക. എന്തൊക്കെയാണ് ഈ പത്രികയിൽ പറയുന്നത്? ജിന, ഇപ്പോൾ പ്രധാനമായിട്ടും തേജസ്വി പ്രൺ എന്ന പേരിലാണ് ബീഹാറിൽ ഇപ്പോൾ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക അല്പസമയം മുൻപ് പ്രകാശനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും സ്ത്രീകൾക്കും യുവാക്കൾക്കും കുട്ടികൾക്കുമായുള്ള പല പ്രഖ്യാപനങ്ങളും ഇതിൽ വ്യക്തതയോടുകൂടി പറയുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ. പ്രത്യേകിച്ച് ഓരോ കുടുംബങ്ങളിലും കൃത്യമായിട്ട് എല്ലാ കുടുംബങ്ങളിലും ഒരു സർക്കാർ ജോലിക്കാർ എന്നുള്ളത് തേജസ്വി യാദവ് പ്രഖ്യാപിച്ചതാണ്. അത് കൃത്യമായിട്ട് അദ്ദേഹം നൽകുകയാണ്. എന്തായാലും അത് നൽകുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളുള്ള പ്രഖ്യാപനങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് മാസങ്ങൾ, അതായത് എല്ലാ മാസവും സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുന്ന ചില പ്രഖ്യാപനങ്ങളും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് NDA സർക്കാർ ഇത്തരത്തിലുള്ള സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ചില പ്രഖ്യാപനങ്ങൾ നൽകിയ പശ്ചാത്തലത്തിൽ സ്ത്രീ വോട്ടുകൾ ഏകീകരിക്കാൻ വേണ്ടിയുള്ള ചില പ്രഖ്യാപനങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നൽകുന്നത് തേജസ്വിയുടെ ഉറപ്പ് എന്ന പേരിലാണ് കൃത്യമായിട്ട് നൽകിയിരിക്കുന്നത്. തേജസ്വി യാദവ് എന്തൊക്കെ ഉറപ്പുകളാണോ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൃത്യമായി പ്രകടന പത്രികയും വ്യക്തമാക്കിയിരിക്കുകയാണ്. അല്പസമയം മുമ്പ് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ അല്ലെങ്കിൽ മഹാസഖ്യത്തിലെ നേതാക്കൾ ഒന്നടങ്കം ചർച്ച ചെയ്താണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ കൃത്യമായിട്ട് ബീഹാറിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള, പ്രത്യേകിച്ച് തേജസ്വി യാദവ് അല്പസമയം മുമ്പ് അദ്ദേഹം പറഞ്ഞത് വലിയ രീതിയിലുള്ള തൊഴിലവസരങ്ങൾ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. 20 വർഷക്കാലമായിട്ട് നിലനിൽക്കുന്ന അതായത് വലിയ തൊഴിൽ ചൂഷണങ്ങളും അതോടെ അക്രമങ്ങളും അനീതികളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അവരുടെ അവകാശങ്ങൾ നൽകുന്ന രീതിയിലേക്കാകും പുതിയ സർക്കാർ ഉണ്ടാവുക. അതിൽ ആത്മവിശ്വാസത്തോടു കൂടി പൊരുതാൻ വേണ്ടിയാണ് തങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അതിൽ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രായമായവർക്ക് വേണ്ടിയുള്ള പഴയ പ്രഖ്യാപനങ്ങൾ അത് മാറ്റിക്കൊണ്ട് പുതിയ സർക്കാർ വരുമ്പോൾ പുതിയ ചില പ്രഖ്യാപനങ്ങൾ നൽകുമെന്ന് ഇപ്പോൾ തേജസ്വി ഉറപ്പ് നൽകിയിരിക്കുകയാണ്.